ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു കുക്കിംഗ് വിശേഷം തന്നെയാണ്, കുക്കിംഗ് വ്ളോഗ് തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണ്. ഇത് ഇന്നത്തെ ഇഫ്താർ എന്ന് പറയുന്നത് നമുക്ക് ജ്യൂസോ ഫ്രൂട്ട്സോ സ്നാക്സോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാതെ ഒരു എന്നത്തേലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇഫ്താർ പ്രിപ്പറേഷനാണ്. ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് സാമ്പാറും അതുപോലെ തന്നെ ദോശയും നമ്മുടെ ചോറും നാടൻ കറികളൊക്കെ കൂട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് കഴിക്കാൻ തോന്നിയിരുന്നു. അപ്പം ഇക്കായും കൂടെ ഉള്ളപ്പോൾ ഇക്കാക്ക് ഈ വക ഐറ്റംസ് ഒന്നും നോമ്പുള്ളപ്പോൾ അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ ഇല്ലാത്ത ഒരു ദിവസം നോക്കിയിട്ട് നോമ്പ് തുറക്കാൻ ഇല്ലാത്ത ഒരു ദിവസം നോക്കി ഞങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്, ഇഫ്താറിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്നാക്സ് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരുന്ന സ്പ്രിംഗ് റോള്, അതുപോലെ തന്നെ കട്ട്ലേറ്റ്, സമൂസ, അതെല്ലാം സ്നാക്സ് ഐറ്റംസൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ എടുത്തത് കൊണ്ട് തീർന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സ്നാക്സായിട്ട് ഞാനൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഡേയിൽ ഫ്രഷായിട്ട് ഇനി അടുത്ത സ്നാക്സും കാര്യങ്ങളൊക്കെ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഏറ്റവും ആദ്യം നമുക്ക് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള കുക്കിങ്ങിൽ ഞാൻ ഇന്ന് റെഡിയാക്കുന്നത് സാമ്പാറാണ്. അപ്പോൾ ഞാൻ എന്നും കുക്കറിലാണ് സാമ്പാർ വെക്കാറ്. അപ്പോൾ ഇന്ന് ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറ്റാനായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുകും അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളിയും ഗാർലിക്കും തക്കാളിയും വറ്റൽമുളകും സവോളയൊക്കെ ഇട്ടിട്ട് എണ്ണയ്ക്കകത്ത് കുറച്ച് നേരം വഴറ്റി, ഞാൻ ആദ്യം വിചാരിച്ച ഉള്ളി സാമ്പാർ വെക്കാനാണ്. കാരണം വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് ചേർക്കാതെ ഉള്ളി സാമ്പാർ, പിന്നെ മക്കൾക്കും കൂടെ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പൊട്ടറ്റോയും അതുപോലെ തന്നെ പച്ചപ്പയറും ക്യാരറ്റും ഒക്കെ ചേർത്ത് സാമ്പാർ നോർമലി ഉള്ള സാമ്പാർ വെക്കാനായിട്ട് പ്ലാൻ മാറ്റി. അപ്പോൾ ഈ സാമ്പാറിൽ ഞാൻ കൂടുതൽ കൊച്ചുള്ളിയും അതുപോലെ തന്നെ ടൊമാറ്റോയുമാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് സാമ്പാറിൽ വെജിറ്റബിൾസ് നന്നായിട്ട് കടിക്കാൻ കിട്ടണം. ഒരുപാട് വെന്തലിയുന്നത് വലിയ താല്പര്യമില്ല. പിന്നെ പരിപ്പാണേലും നല്ല രീതിയിൽ കടിക്കാൻ കിട്ടണം. അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം സാമ്പാർ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഉച്ച മുതലേ നമ്മുടെ സാമ്പാർ പരിപ്പ് ഞാൻ കുതിരാൻ വെച്ചിരുന്നു. ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ ആയപ്പോൾ പരിപ്പ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കുക്കറിൽ വിസിൽ കേൾപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 15-20 മിനിറ്റ്സ് എല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുമ്പോഴത്തേനും വെന്തോളും. അപ്പോൾ ഇന്ന് ഇഫ്താർ എൻ്റെ റംലാൻ ഇഫ്താർ ഡേ 16ാമത്തെ കുക്കിംഗ് വിശേഷങ്ങളാണ്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോഴത്തേനും ഫ്രൂട്ട്സ് കാര്യങ്ങളായിട്ട് ഫ്രൂട്ട്സും ഒന്നും കട്ട് ചെയ്യുന്നില്ല, ജ്യൂസും കാര്യങ്ങളും ഒന്നും വെക്കുന്നില്ല, അതുപോലെ തന്നെ സ്നാക്സും ഒന്നും റെഡിയാക്കുന്നില്ല. അങ്ങനെ ഇതൊരു നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇഫ്താർ പ്രിപ്പറേഷനാണ്. അപ്പം കുട്ടികൾക്ക് ചോറും ദോശയും സാമ്പാറും എല്ലാം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമല്ലോ. അപ്പോൾ ഞാനും ഇന്ന് ആദ്യം ദോശയും സാമ്പാറും ചായയൊക്കെ കൂട്ടിയിട്ട് കഴിക്കും. അതിനുശേഷം നമ്മുടെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഈ സെയിം സാമ്പാറും ചോറും ഒക്കെ കൂട്ടി കഴിക്കും. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഇഫ്താറിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സ്പെഷ്യലും കാര്യങ്ങളും ഒന്നും ഇല്ല, തനി നാടൻ ഒരു ഇഫ്താർ പ്രിപ്പറേഷനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നോമ്പ് തുടങ്ങിയ പിന്നെ അങ്ങനെ ചോറ് കഴിക്കലോ അതുപോലെ തന്നെ സാമ്പാർ, ചമ്മന്തി, ദോശ അങ്ങനെയുള്ള കഴിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ദോശയും സാമ്പാറും ഒക്കെ എപ്പോഴും നമ്മൾ ഒരു 3-4 ഡേയ്സ് കൂടുമ്പോഴത്തേനും കുക്ക് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ ദോശയും സാമ്പാറും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇക്കാക്ക് വലിയ താല്പര്യമില്ല, ദോശയും സാമ്പാറും നോമ്പില്ലാത്തപ്പോൾ തന്നെ വലിയ താല്പര്യമില്ല. അപ്പം നോമ്പും വെച്ചുകൊണ്ട് ഇതൊട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇല്ലാത്ത ഒരു ദിവസം നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്ത് കഴിക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ സാമ്പാർ എന്ന് പറയുന്നത്, സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കായം ഒക്കെ ഇട്ട് കൊടുത്തു. സാമ്പാർ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട്. കാരണം ചോറിന് വേണ്ടിയിട്ടും ഇന്ന് വെക്കുന്നത് നെക്സ്റ്റ് ഡേയിലത്തേനും നമുക്ക് എടുക്കാമല്ലോ. നെക്സ്റ്റ് ഡേയിലത്തേനും നമുക്ക് സുഹൂറിന് വേണ്ടിയിട്ടൊക്കെ ചോറിന് സാമ്പാർ എടുക്കാം. പിന്നെ ദോശയുടെ മാവ് ഞാൻ അരച്ച് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ദോശയ്ക്കും ചോറിനും ഒക്കെ സാമ്പാർ എടുക്കാം. അപ്പോൾ സാമ്പാറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ
കൂടുതൽ വെക്കുന്നുണ്ട്. പിന്നെ ചോറിനാണെങ്കിലും അതുപോലെ തന്നെ ദോശയ്ക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും എനിക്ക് സാമ്പാർ നന്നായിട്ട് ഒരുപാട് ഒഴിച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു സാമ്പാർ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സാമ്പാർ എന്ന് പറയുന്നത് ഈ ഒരു സാമ്പാറാണ്. കാരണം വെജിറ്റബിൾസൊക്കെ ഒരുപാട് വെന്ത് അലിയാതെ, പരിപ്പൊന്നും ഒരുപാട് വെന്തലിയാതെ, എന്നാൽ എല്ലാം നമുക്ക് ആവശ്യത്തിന് വേവണം, എന്നാൽ കാണാനും കടിക്കാനും ഒക്കെ കിട്ടണം. അപ്പോൾ ഇക്കാക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു സാമ്പാറല്ല, എല്ലാം കൂടെ നന്ന് വെന്ത് ഉടയുന്ന ഒരു സാമ്പാറാണ് ഇക്കാക്ക് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ കൂടുതലും സാമ്പാറൊക്കെ കൂടുതലും കുക്കറിലാണ് വെക്കാറ്. ഇന്നില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിലുള്ള സാമ്പാറാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേയിലത്തേനും കൂടി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് സാമ്പാർ കുറച്ച് എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ അതാ നമ്മൾ നോമ്പൊക്കെ തുറന്നു. നമ്മൾ നോർമലി ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോമ്പൊക്കെ തുറന്നു. അതിനുശേഷം നമ്മൾ ദോശ നല്ല ചൂടായിട്ട് ഒരു 2-3 ദോശ ചുട്ട് നല്ല അടിപൊളി സാമ്പാറും ചേർത്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസം കൂടിയിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ സാമ്പാറിനും ദോശയ്ക്കും ഒക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ നല്ല കുട്ടി ദോശ, എനിക്ക് തിന്നായിട്ടുള്ള ദോശേനേക്കാളും നമ്മുടെ തട്ട് ദോശ ഉണ്ടല്ലോ, തട്ടിൽ കുട്ടി ദോശ, നല്ല കുട്ടി ദോശയാണ് എനിക്ക് ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാമ്പാറും ദോശയും ഒക്കെ ചേർന്നിട്ട് എനിക്കല്ലെങ്കിലും ഈ ഇഡ്ഡലി, ദോശ, മസാല ദോശ ഈ വക ഐറ്റംസിനോടൊക്കെ ഒരു പ്രത്യേക താല്പര്യമാണ്. അപ്പോൾ കുറേ ദിവസം കഴിക്കാതെ ഇരുന്ന് കഴിക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 2 ദോശ എടുത്തു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് സാമ്പാർ, കുറച്ച് കുറുകിയ സാമ്പാർ, പരിപ്പൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി, കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഞാൻ പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഇഫ്താറിന് വേണ്ടിയിട്ട് കഴിക്കാനായിട്ട് റെഡിയാക്കി. ഞാൻ സ്പെഷ്യലും കാര്യങ്ങളൊന്നും വേണ്ട, ഒരു ഓംലെറ്റ് പോലും ഞാൻ പൊരിക്കുന്നില്ല, ചിക്കൻ ഫ്രൈയോ ഒന്നും എനിക്ക് വേണ്ട. കാരണം നമ്മളിപ്പം കുറേ ദിവസമായിട്ട് ചിക്കനായിട്ടും മട്ടനായിട്ടും ബീഫായിട്ടും അങ്ങനെ മാറി 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 നമ്മൾ ഓരോ ദിവസവും നോൺ വെജ് ഐറ്റംസാണ് കൂടുതൽ ഇഫ്താറിന് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല നാടൻ ദോശയും നല്ല സാമ്പാറും കൂട്ടിയിട്ട് കഴിക്കാൻ തോന്നി. അപ്പോൾ രാത്രി ചോറിനും ഈ സെയിം സാമ്പാർ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഫുഡായിരുന്നു. അപ്പോൾ ഒന്ന് നമ്മുടെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദോശയും സാമ്പാറും കഴിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ രാത്രി ഒരു 10:30 ഒക്കെ ആയപ്പോഴത്തേനും, ഒരു 10:30 മണിയൊക്കെ ആയപ്പോൾ പകൽ തന്നെ കുറച്ച് കുഞ്ഞൻ മത്തി മസാല പുരട്ടി വെച്ചിരുന്നു. മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് കുറച്ച് കുഞ്ഞൻ മത്തി പുരട്ടി വെച്ചിരുന്നു. അപ്പോൾ രാത്രി ആയപ്പോഴത്തേനും അത് അത്യാവശ്യം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതും ഒന്ന് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഒരു 10:30, 11 ഒക്കെ ആയപ്പോഴത്തേനും കുറച്ച് ചോറാണ് ഇന്ന് വെച്ചിരുന്നത് രാത്രി കഴിക്കാനായിട്ട്. അപ്പോൾ ചോറിനും പ്രത്യേകിച്ച് ഒരുപാട് കറികളൊന്നും ഞാൻ റെഡിയാക്കുന്നില്ല. അപ്പോൾ പപ്പടവും പൊരിച്ച് നമ്മുടെ ഈ ഒരു സാമ്പാറും ഈ ഒരു കുഞ്ഞൻ മത്തി പൊരിച്ചതും 2 കൊണ്ടാട്ടം മുളകും അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഒരു അച്ചാർ പോലും എടുക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടാട്ടം മുളകിൽ എരിവും ഉപ്പും പുളിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ അച്ചാറും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒരു സൈഡ് നമ്മുടെ മത്തി ഫ്രൈ ചെയ്തത് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അടുത്ത സൈഡും കൂടെ നമ്മളൊന്ന് മുറുകാനായിട്ട്, എനിക്ക് മത്തിയൊക്കെ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ആവണം, ഷാലോ ഫ്രൈ പോരാ, നല്ല ഡീപ്പ് ഫ്രൈ ആവണം. പിന്നെ ഇത് കുഞ്ഞമത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് മത്തിയുടെ ആ മുള്ളോട് കൂടിയിട്ട് കടിച്ച് കഴിക്കാനായിട്ട് പറ്റും. അങ്ങനെ പ്രശ്നമുള്ള സൈസ് മുള്ളല്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ മത്തി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത് രാത്രി, അപ്പം നമ്മൾ നോമ്പ് തുറന്ന ഉടനെ കഴിച്ചതാണ് ദോശയും സാമ്പാറും. നോമ്പ് തുറന്ന് കഴിഞ്ഞ് നമ്മൾ പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 10:30, 11 ഒക്കെ ആയപ്പോഴത്തേനുമാണ് ഇന്ന് ഈ ഫുഡ്. സാധാരണ നമ്മൾ നൈസ് പത്തിരി, അതുപോലെ തന്നെ വെള്ളയപ്പം, അതുപോലെ തന്നെ ഇടിയപ്പം, അങ്ങനെ മാറി മാറി അങ്ങനെയാണ് നമ്മൾ ഓരോ ഐറ്റംസ്, പുട്ട്, അതൊക്കെയാണ് ഇത്രയും ദിവസം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണേലും ചോറും സാമ്പാറുള്ളത് കൊണ്ട് എന്താണേലും കുഞ്ഞൻമത്തി പൊരിച്ച് അത് ചോറിന് കൂട്ടാമെന്ന്
എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളിയായിട്ട് നല്ല കറുമുറ, നല്ല മുറുകി, നല്ല കുഞ്ഞൻ മത്തിയും സെറ്റായിട്ടുണ്ട്, നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ചോറ് കുറച്ച് മുന്നേ വെച്ചതാണ്, അതൊന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ നല്ല ചൂട് ചോറും പപ്പടവും അതുപോലെ തന്നെ നമ്മുടെ മുളക് തൈരിലിട്ടതും കുറച്ച് കുഞ്ഞൻ മത്തിയും പിന്നെ സാമ്പാറും. അപ്പോൾ മക്കൾക്ക് ദോശയും കാര്യങ്ങളും അപ്പോൾ കുറേ ദിവസം കൂടി ദോശയും സാമ്പാറും ഒക്കെ റെഡിയാക്കിയിരുന്നതുകൊണ്ട് സാറായും നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചു. അപ്പോൾ മക്കൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ദോശയും സാമ്പാറും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രി മക്കൾക്കും മോൾക്കും ചോറ് തന്നെയാണ്. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചൂട് ചോറെടുത്തു. അതിൻ്റെ മുകളിലേക്ക് സാമ്പാർ കുറച്ച് കൂടുതൽ ഒഴിക്കുകയാണ്. അപ്പോൾ സാമ്പാറിൽ ആ പരിപ്പൊക്കെ, അപ്പോൾ ചോറിൻ്റെ മുകളിലേക്ക് നല്ല ചൂട് ചോറ്, നല്ല ചൂട് സാമ്പാർ. അപ്പോൾ ചോറിൻ്റെ മുകളിലേക്ക് കുറച്ച് കൂടുതൽ സാമ്പാറൊക്കെ ഒഴിക്കുകയാണ്. അപ്പോൾ പരിപ്പൊക്കെ അത്യാവശ്യം നല്ല കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഞാൻ ഇട്ടില്ല. ക്യാരറ്റും പൊട്ടറ്റോയും അതുപോലെ തന്നെ നമ്മുടെ പച്ചപ്പയറും ടൊമാറ്റോയും കൊച്ചുള്ളി, ഗാർലിക്, അങ്ങനെ ഒരുപാട്. എനിക്ക് വെജിറ്റബിൾസ് അധികം ഇടണം എന്നില്ലായിരുന്നു. ഞാൻ ഉള്ളി സാമ്പാറാണ് ഉദ്ദേശിച്ചത്. പിന്നെ മക്കൾക്ക് കൊടുക്കേണ്ടത് കൊണ്ട് ഈ ക്യാരറ്റ്സും പൊട്ടറ്റോയും ഒക്കെ നല്ലതല്ലേ എന്ന് വിചാരിച്ച് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ നമ്മുടെ സാമ്പാറിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്തത്. പിന്നെ ഞാൻ 3-4 കുഞ്ഞൻ മത്തി എടുത്തു, ഒരു മുളക് പൊരിച്ചതെടുത്തു, 2 പപ്പടം എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാത്രി ഒരു 10:30, 11 ആയപ്പോഴത്തേനും ഞാൻ കഴിച്ചത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് കുറേ ദിവസമായിട്ട് സാമ്പാറും ദോശയും കഴിച്ചതിൻ്റെ ഒരു സന്തോഷം. പിന്നെ കുറേ ദിവസം കൂടിയിട്ട് നല്ല കുഞ്ഞൻ മത്തിയൊക്കെ പൊരിച്ചിട്ട് നല്ല നാടൻ ചോറും കറിയൊക്കെ കഴിച്ചതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ സാമ്പാർ ഞാൻ പറഞ്ഞല്ലോ, ഇക്കാക്ക് സാമ്പാറൊന്നും വലിയ താല്പര്യമില്ല. നോമ്പ് കാലത്ത് സാമ്പാറും ദോശയും ഒന്നും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ സാമ്പാർ എനിക്ക് വേണ്ടി മാത്രം സാമ്പാറൊന്നും വെക്കാതിരുന്നത്. അപ്പോൾ ഇന്നില്ലാത്ത ദിവസം ആയതുകൊണ്ട് ഞാനങ്ങ് വെച്ചിട്ട് നല്ല ആർഭാടമായിട്ട് നല്ല അടിപൊളിയായിട്ട് സാമ്പാറൊക്കെ ഒഴിച്ച് നല്ല ഒരു പിടി പിടിച്ചു. ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ സാമ്പാർ. അപ്പോൾ ദോശയുടെ കൂടെ നല്ല അടിപൊളിയായിട്ട് സാമ്പാർ ഒക്കെ കൂട്ടി കഴിച്ചു. പിന്നെ ചോറിൻ്റെ കൂടെയും സാമ്പാറും കുഞ്ഞൻമത്തിയും പപ്പടവും നമ്മുടെ മുളക് കൊണ്ടാട്ടവും ഒക്കെ ചേർത്ത് അതും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഇഫ്താർ പ്രിപ്പറേഷൻ എന്ന് പറയും. ഇഫ്താറിന് വേണ്ടിയിട്ട് ഞാൻ കുക്ക് ചെയ്ത എൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് ഇത് ഒട്ടും സ്പെഷ്യലായിട്ടുള്ള ഒരു നോർമലി എല്ലാവരും ചെയ്യുന്ന പോലത്തെ ഒരു ഇഫ്താർ പ്രിപ്പറേഷൻ അല്ല. ഞാൻ എന്നും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്ന പോലത്തെ ഒരു ഇഫ്താർ പ്രിപ്പറേഷൻ അല്ല. പതിവിന് വിപരീതമായിട്ടുള്ള തനി നാടൻ ദോശയും സാമ്പാറും തനി നാടൻ ചോറും കറിയും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് റെഡിയാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഇഫ്താർ ടേസ്റ്റി ഡിഷസ്, എൻ്റെ ഡിലീഷ്യസ് ഡിഷസ്, എൻ്റെ നാടൻ ഡിഷസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.